നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിലെ തിരുമല ക്ഷേത്രത്തിൽ നഗരപ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ ചേരുന്നു. ബിനിൽ, ഇന്ന് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികളോട് അനുബന്ധിച്ചാണോ ഇങ്ങനെ ഒരു നഗരപ്രദക്ഷിണം ഇപ്പോൾ നടക്കുന്നത്? അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക പൂജകളൊക്കെ തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എറണാകുളത്തെ തിരുമല ക്ഷേത്രത്തിലും ആ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുമല ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ചിത്രത്തിന് മുന്നിൽ ആരതി ഒഴിഞ്ഞ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നഗരപ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആ നഗരപ്രദക്ഷിണത്തിന് ശേഷമാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയത്. ക്ഷേത്രത്തിന് മുന്നിൽ രാമന്റെ ചിത്രം വച്ചിരിക്കുന്നു. ആ രാമന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനകളൊക്കെയായി വിശ്വാസികൾ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ തത്സമയം ക്ഷേത്രത്തിൽ കാണുന്നതിനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 11 മണിയോടുകൂടി വീണ്ടും പ്രത്യേക പൂജകളൊക്കെ തന്നെ ആരംഭിക്കും. രാവിലെ 7:00 നഗരപ്രദക്ഷിണം നടന്നത്. നൂറുകണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമന്റെ ചിത്രവുമായി കൊച്ചി നഗരത്തിലൂടെ പ്രദക്ഷിണം നടത്തിയത്. വലിയ ആഘോഷമായിട്ടായിരുന്നു അവർ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ കാണുന്നത്. ജയ് ശ്രീറാം വിളികളുമായി വിശ്വാസികൾ നഗരത്തിൽ പ്രദക്ഷിണം നടത്തി. ആ പ്രദക്ഷിണത്തിന് ശേഷമാണ് അവർ ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീരാമന്റെ ചിത്രം വച്ചിരിക്കുന്നു. ആ ചിത്രത്തിന് മുന്നിൽ ആരതി ഒഴിയുന്നു. അങ്ങനെ വലിയ ആഘോഷങ്ങളാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എറണാകുളത്തെ TD ക്ഷേത്രത്തിലും വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്, പ്രത്യേക പൂജകളിലേക്ക് കടന്നിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എറണാകുളത്തെ TD ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷം തന്നെയാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും ജയ് ശ്രീറാം വിളികളും ആണ് നമുക്ക് മുഴങ്ങി കേൾക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ ഉത്തരേന്ത്യൻ സ്വദേശികളുടെ ഒരു വലിയ സാന്നിധ്യം ഇതിലൊക്കെ ഉണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. മലയാളികൾക്കൊപ്പം ഒരുപാട് ഉത്തരേന്ത്യക്കാരും പങ്കെടുക്കുന്നുണ്ടല്ലേ? മലയാളികൾ മാത്രമല്ല, മറ്റ് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ളവരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും വലിയ ആഘോഷ ദിവസത്തിൽ തന്നെയാണ്. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വിശ്വാസികൾ ഇതിനെ ഒരു വലിയ ഉത്സവമാക്കി തന്നെ മാറ്റുന്നത്. അതിന്റെ ഭാഗമായാണ് നഗരപ്രദക്ഷിണമൊക്കെ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ ചിത്രത്തിന് മുന്നിൽ ആരതി ഒഴിഞ്ഞുകൊണ്ടാണ് അവർ പ്രത്യേക പൂജകളിലേക്ക് പോയത്. അതിനുശേഷം 11 മണിയോടുകൂടി വീണ്ടും പ്രത്യേക പൂജകൾ ആരംഭിക്കും. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അതേ സമയത്ത് ഇവിടെ ലൈവായി തന്നെ കാണാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശ്വാസികൾ ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തും. പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ ദൃശ്യങ്ങൾ അവർ ക്ഷേത്രത്തിലിരുന്ന് കാണുകയും ചെയ്യും. നമ്മളിപ്പോൾ